ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളായി ഈ ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് മൂന്നാറിൽ നിന്നും അതിരാവിലെ നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിലുള്ള മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം, എക്കോ പോയിൻ്റൊക്കെ കണ്ട് നേരെ വട്ടവടയിലേക്കാണ്. അവിടെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ കോട്ടും കാര്യങ്ങളും ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. വട്ടവടയിലേക്ക് അടുക്കും തോറും തണുപ്പിൻ്റെ അളവ് കൂടി വരികയായിരുന്നു. വട്ടവടയിലെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞപ്പോൾ തൊട്ട് വല്ലാത്തൊരു ഫീലായിരുന്നു. പോകുന്ന റൂട്ട് അത് ആസ്വദിച്ച് പോകുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മാതിരി ഫീലാണ്. കോടമഞ്ഞിനുള്ളിലേ ആയിരുന്നു നമ്മുടെ യാത്ര. വട്ടവടയിലെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കൃഷിയിടങ്ങളാണ്. തട്ടായിട്ടുള്ള കൃഷിയിടങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് അവിടെ. അങ്ങനെ പോകുന്ന വഴിയെ സ്ട്രോബെറിയുടെ ഒരു ഫ്ലക്സ് കണ്ടപ്പോൾ നമ്മൾ അവരെ ഫാം വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു സ്ട്രോബെറിയൊക്കെ ടേസ്റ്റ് നോക്കാൻ തന്ന് അവർ ഇതിൻ്റെ ജാം അവിടെ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പോകുന്ന ആൾക്കാർ അവിടെ നിന്ന് സ്ട്രോബെറി ഇതൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ചേച്ചീനെ പരിചയപ്പെട്ടിട്ട് ആ ചേച്ചീൻ്റെ ഒരു ജീവിത സ്റ്റോറിയൊക്കെ ചെറുങ്ങനെ അവിടെ കേട്ടിരുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. അവിടെ തന്നെ ഒരുപാട് സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട്. അയ്യോ, നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? വട്ടവടയിലേക്കാ? അവിടെ അടിപൊളി ഹോട്ടലൊന്നും കിട്ടൂല, ഫുഡ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞവരോട് നിങ്ങൾക്ക് തെറ്റിപ്പോയി ഗൈസ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അവിടെ നമുക്ക് നല്ലൊരു മ്യൂസിയം റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ബിരിയാണീൻ്റെ ടേസ്റ്റ് മാത്രമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അവിടെ. വാഷ് ബേസിൻ്റെ ആ ഒരു സെക്ഷൻ ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി അവരവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ഹോട്ടലും നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതിയെ നമ്മളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.